ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും പതിപോലെ സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച ദിവസം നമ്മൾ കഥയുടെ മനോഹാരിത സ്വയം കേൾക്കുന്ന ദിവസമാണ്. ഇന്ന് ശിവരാജ് സാർ തീർച്ചയായിട്ടും സാറ് മനോഹരമായി കഥ എഴുതുകയും അത് ആഖ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും വളരെ ആകാംക്ഷയോടെ ഉത്സുകതയോടെ നമുക്ക് കാത്തിരിക്കാം വളരെ മനോഹരമായ ഒരു കഥയുടെ തന്തുവിലേക്ക്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശിവരാജ് സാറിനെയും. ശിവരാജ് സാർ, യു ആർ വെൽക്കം. നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു ചെറുകഥകളുടെ പുസ്തകമാണ് ആണൊരുത്തൻ്റെ ആഘോഷങ്ങൾ. 12 ചെറുകഥകൾ അതിനകത്തുണ്ട്. കാക്കനാടൻ ആമുഖവും പ്രൊഫസർ നാരായണക്കുറുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ ഒക്കെ കിട്ടി. അദ്ദേഹത്തിൻ്റെ പഠനവുമൊക്കെയുള്ള പുസ്തകമാണ്. അതിനകത്ത് ഇല്ലുസ്ട്രേഷൻ വരച്ചിരിക്കുന്ന എൻ്റെ അധ്യാപകനായിട്ടുള്ള പ്രൊഫസർ VC ജോൺ, ബിഷപ്പൂർ കോളേജിലെ പ്രിൻസിപ്പലൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത സാറാണ്. വായിക്കാൻ പോകുന്ന കഥയുടെ പേര് പ്രണയദീപങ്ങൾ നിരന്ന് കത്തവേ. നമ്മള് ഈ കഥാപ്രസംഗമൊക്കെ പറയുന്നത് പോലെ റോസ്ലിൻ സേവ്യർ എന്ന് പറഞ്ഞ് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവള് മുല്ലപ്പൂമാല ചൂടി പൊട്ടുതൊട്ടു. മുല്ലപ്പൂ ചൂടുന്നതും പൊട്ടുതൊടുന്നതും ഹോസ്റ്റലിന് പുറത്തിറങ്ങി ഓട്ടോയിൽ കയറിയതിനു ശേഷം മതി എന്ന് കരുതി അവൾ ബാഗിൽ തന്നെ വെച്ചിരുന്ന. കാരണം സെറ്റ് ഉടുക്കുന്നതും തലമുടി എണ്ണ തേച്ച് പിന്നിയിടുന്നതും കണ്ടാൽ സിസ്റ്റർ വഴക്കുറയും. അപ്പോഴാണ് പൊട്ടുമുല്ലപ്പൂ ഒരു കല്യാണത്തിന് പോകാനാണ് എന്ന മുഖവരയുമായി സിസ്റ്ററിനെ അഭിമുഖീകരിക്കാം എന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ അവൾ കുളിമുറിയിൽ നിൽക്കെ തന്നെ കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു, റോസ്ലിൻ, നിനക്ക് വിസിറ്റർ ഉണ്ട്. അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം അവൾക്ക് ഉറപ്പായിരുന്നു അത് ധനുരാജ് എന്ന ആളാണ്. അയാൾ വരുമെന്ന് ഒട്ടുമേ പറഞ്ഞിരുന്നില്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പിൻവലിഞ്ഞുള്ള പെരുമാറ്റമായിരുന്നു അയാളുടെ. റോസ്ലിന് ബാങ്കിലാണ് ജോലി. അപ്പോൾ ബാങ്കിൽ നിന്ന് ധനുരാജും കൂടെ വർക്ക് ചെയ്യുന്നയാളാണ്. ബാങ്കിൽ നിന്നും ഒന്ന് താമസിച്ചിറങ്ങിയ ഒരു ദിവസം, ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് പേടിയാണ്, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? അപ്പോൾ ഇദ്ദേഹം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പോകാനായിട്ട്. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്നെ ഒന്ന് വിടാമോ? ഉടനെ ഈ മനുഷ്യൻ ബൈക്ക് ഓഫ് ചെയ്ത് മാറ്റിവെച്ച് അതുവഴി വന്ന ഓട്ടോറിക്ഷ നിർത്തിച്ച് അതിൽ കയറിയിരുന്ന് അയാൾ പറഞ്ഞു, വരൂ റോസ്ലിൻ, ഞാൻ കൊണ്ടാക്കാം. റോസ്ലിൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ തന്നെ ഓഫീസറാണ് അദ്ദേഹം. ഏതിനും വളരെ മൃദുവായ സമീപനം. പലപ്പോഴും അയാളുടെ പിൻവാങ്ങലും വിഷമവും കാണാനായി തന്നെ റോസ്ലിൻ ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങനെയുള്ള ധനുരാജാണ് ഇന്ന് ക്ഷണിക്കാതെ തന്നെ ഹോസ്റ്റലിൽ വന്നിരിക്കുന്നത്. തലേ ദിവസം മാനേജർ വന്ന് ചോദിച്ചു, നാളെ അവധി ദിവസമാണല്ലോ, അല്പം ജോലി പെൻഡിങ് ഉണ്ടല്ലോ, റോസ്ലിൻ ഒന്ന് വരാൻ പറ്റുമോ? ഞാനും വരാം, പക്ഷെ എനിക്ക് 1 മണിക്കൂറേ ഇരിക്കാൻ കഴിയൂ. പക്ഷെ ഓഫീസിൽ ധനുരാജ് ഉണ്ടാവും, ലേഡീസ് സ്വീപ്പറേയും വിളിക്കാം, ഉച്ചവരെ വന്നിരുന്നാൽ മതി, പറ്റുമോ എന്നൊക്കെ മാനേജർ വളരെ അനുനയത്തിൽ ചോദിച്ചപ്പോൾ ശരിക്കും അവൾക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാര്യം ധനുരാജിനൊപ്പം സ്വസ്ഥമായ ഒരു ദിവസം, ആ ദിവസം ഒന്ന് പൊലിപ്പിക്കാം എന്ന് കരുതിയാണ് അവൾ ഈ വേഷം തിരഞ്ഞെടുത്തത്. ഇത് ധനുവിനെ കരുതി മാത്രം അവൾ ധരിച്ചതാണ് എന്നറിയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ തെളിയുന്ന അത്ഭുതങ്ങൾ മനസ്സിൽ കണ്ട് അവൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവളെ കടത്തിവെട്ടാനായി ഹോസ്റ്റലിലേക്കുള്ള അയാളുടെ വരവ്. വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ
വിസിറ്റേഴ്സ് റൂമിൽ എത്തിയാലോ എന്ന് തോന്നിയെങ്കിലും പിന്നെ ഒരു രസം തോന്നിയിരിക്കട്ടെ, കുറെ നേരം ഒന്ന് കാത്തിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്താണ് അവൾ ഒരുക്കം തീർത്തത്. വേഷവും മുഖവും ഒരിക്കൽ കൂടി നോക്കി, മുഖത്ത് നിറയെ കുസൃതി നിറച്ച് വല്ലാത്ത പ്രസരിപ്പോടെയാണ് അവൾ വിസിറ്റേഴ്സ് റൂമിൽ എത്തിയത്. അവിടെ ഇരുന്ന ആളിനെ കണ്ടപ്പോൾ അവൾ അന്തിച്ച് നിന്നുപോയി. അവിടെ അവളെ കാത്തിരുന്നത് അവളുടെ അച്ഛനായിരുന്നു, പപ്പ. കാത്തിരുന്ന് വിഷമിച്ചതിന്റെ എല്ലാ പ്രയാസവും ഒതുക്കി മാറ്റു നോക്കാനായി മുന്നിലേക്ക് പിടിച്ച കയ്യുമായി അയാൾ വല്ലാത്ത മുഖഭാവത്തോടെ അവളെ നോക്കി. ദേഷ്യം, വിഷമം, സങ്കടം എല്ലാം ആ മുഖത്തുണ്ടായിരുന്നു. പിന്നെ സ്വയം അടക്കാനായി ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് അയാൾ പറഞ്ഞു, മമ്മ. പെട്ടെന്ന് എന്തോ ഓർത്ത് നിർത്തിയതുപോലെ അയാൾ പറഞ്ഞു, നമുക്ക് അത്യാവശ്യമായി പോകണം. നീ വല്ല കല്യാണത്തിനും പോകാൻ ഒരുങ്ങിയതാണോ? അല്ല, നമുക്ക് പോകണം. പെട്ടെന്ന് വേഷം മാറി വരും. കഴിഞ്ഞ 2 ആഴ്ച മുമ്പും മമ്മ കാണണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ പപ്പ എത്തിയതാണ്. അന്ന് പക്ഷേ വരുന്ന കാര്യം നേരത്തെ വിളിച്ചു പറഞ്ഞു. അവൾ വേഷം മാറ്റാനായി പോയെങ്കിലും തിരിച്ചു ചെന്നിട്ട് ചോദിച്ചു, പപ്പ, ഒരു പക്ഷേ മമ്മയ്ക്ക് ഈ വേഷത്തിൽ എന്നെ കണ്ടാൽ കൂടുതൽ സന്തോഷമായാലോ? പപ്പ കണ്ണടച്ചു പിടിച്ച് വീണ്ടും പറഞ്ഞു, കുഞ്ഞെ, പറഞ്ഞുവല്ലോ. അയാളുടെ ശബ്ദത്തിൽ നിറയെ അസഹിഷ്ണുതയായിരുന്നു. അവൾക്ക് വല്ലാത്ത ദേഷ്യം. അവൾ റൂമിൽ ചെന്ന് പിന്നിയിട്ട തലമുടി അഴിച്ച് ഹെയർ ബാൻഡ് ഇട്ടു. മുല്ലപ്പൂമാല മുറിയുടെ മൂലയിലേക്ക് വലിച്ചെടുത്തു. പൊട്ടുനീക്കി. മുഖത്തെ മേക്കപ്പ് കഴുകിക്കളഞ്ഞു. ഉള്ളതിൽ ഏറ്റവും മോശപ്പെട്ട ചുരിദാർ എടുത്ത് ധരിച്ച് എല്ലാ പ്രതിഷേധവും പ്രകടമാകത്തക്ക രീതിയിൽ തന്നെ അവൾ തിരിച്ചെത്തി. തീരെ മോശപ്പെട്ട വേഷം ധരിച്ചത് കാണുമ്പോൾ പപ്പ ചൂടാവുകയോ അല്ലെങ്കിൽ സോറി മോളെ എന്ന് പറഞ്ഞ് തോളത്ത് കൈയിടുകയോ ചെയ്യും എന്നവൾ കരുതി. പക്ഷെ അയാൾ അത് ശ്രദ്ധിച്ചതേയില്ല. അവൾ സിസ്റ്ററിനോട് വിവരം പറഞ്ഞിറങ്ങുമ്പോഴേക്കും അയാൾ കാറിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മിസ്റ്റർ സേവ്യർ, സിസ്റ്റർ അയാളെ വിളിച്ചു. സേവ്യറുടെ കാറിൽ ഒരാൾ കൂടി അല്പദൂരം യാത്ര ചെയ്യാൻ അനുവദിക്കുമോ എന്നവർ ചോദിച്ചു. സിസ്റ്ററുടെ സഹോദരനാണത്. ശരി എന്ന് തലയാട്ടി സേവ്യർ കാറിന്റെ പിൻസീറ്റിൽ കയറി. അദ്ദേഹം വരാൻ പറയൂ സിസ്റ്റർ എന്ന് അനുനയത്തിൽ ക്ഷണിച്ച് റോസ്ലിൻ പപ്പയോടൊപ്പം കയറി. പുതുമുഖം ഇല്ലായിരുന്നെങ്കിൽ പപ്പ ഡ്രൈവർക്കൊപ്പമുള്ള സീറ്റിലിരുന്നേനെ എന്നവൾക്ക് തോന്നി. അത് മതിയായിരുന്നു എന്ന്. മമ്മയുടെ കാര്യത്തിൽ പപ്പ എത്രയധികം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ശരിക്കും ത്യാഗം എന്ന് പറയാം. എത്ര വർഷമായിട്ട് വല്ലാത്ത ഒരു അസുഖമാണ് മമ്മയ്ക്ക് പിടിപെട്ടത്. 1,00,000 ഒരാൾക്ക് മാത്രം വരുന്ന ഒരു അസുഖം. ഒരു പനിയെ തുടർന്ന് തലച്ചോറിന്റെ ഒരു ഭാഗം പ്രവർത്തനക്ഷമമല്ലാതായി. ചിലപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ, ചിലപ്പോൾ ഒന്നും ഓർമ്മയില്ലാത്തതുപോലെ. അതിനും പുറമെ ശാരീരിക ബുദ്ധിമുട്ടുകളും. അന്നൊക്കെ റോസ്ലിൻ സ്കൂളിൽ പഠിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അനുജൻ ഗ്രിഗറി ചെറിയ കുട്ടി. പപ്പ എത്ര സഹിഷ്ണുതയോടെയാണ് മമ്മയെ പരിചരിക്കുന്നത് എന്ന് അവൾക്കറിയാം. എന്നിട്ടും അവൾക്ക് പലപ്പോഴും ഒരു വീർപ്പുമുട്ട് അനുഭവപ്പെട്ടിരുന്നു. എന്നും ഒരേ ചതുരത്തിലൂടെ മാത്രം ആവർത്തിച്ചാവർത്തിച്ച് നടക്കും പോലെ ഒരു ജീവിതം. ആ തോന്നലിന്റെ ഒരു അംശം എപ്പോഴോ പുറത്തു വന്ന് കാണണം. ഒരിക്കൽ പപ്പ പറഞ്ഞു, മോളെ റോസ്ലിൻ, നീ ദിവസവും യാത്ര ചെയ്ത് ഇത്രയും ദൂരം വരേണ്ടതില്ല. നീ ഹോസ്റ്റലിൽ താമസിക്കും. നിന്റെ ആരോഗ്യം നോക്കണം. നീ വല്ലാതെ ക്ഷീണിച്ചു പോകുന്നുണ്ട്. ഗ്രിഗറി മോനെ നമുക്ക് റെസിഡൻഷ്യൽ സ്കൂളിലാക്കാം. അവന്റെ പഠിത്തവും ഇപ്പോൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. 2 ആഴ്ച മുമ്പും മമ്മയുടെ നിർബന്ധം സഹിക്കാതെ പപ്പ ഇതേപോലെ വിളിച്ചുകൊണ്ട് പോയതാണ്. പപ്പ ചെന്നപ്പോൾ ചെന്നപ്പോഴേ മമ്മ സംസാരിച്ചു കൂടിയില്ല. വിളിച്ചിട്ട് തിരിച്ചു നടന്നു. മമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ മരവിച്ചു പോകുന്നല്ലോ എന്ന് അവൾ കുറ്റബോധത്തോടെ ഓർത്തു. മമ്മയുടെ നില അനുദിനം മോശമാവുകയാണ്. സിസ്റ്റർ കാറിൽ കയറ്റിവിട്ട യോഹന്നാൻ അംഗവിക്ഷോഭങ്ങളോടെ നാടകീയമായി സംസാരിക്കുന്ന ആളായിരുന്നു.
വന്ന് കയറിയത് മുതൽ അയാളുടെ കാർ കേടായതിനെ പറ്റിയും അയാളുടെ പ്രതാപങ്ങളെ പറ്റിയും അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പപ്പ മൂളുകയോ മൂളാതിരിക്കുകയോ ഒക്കെ ചെയ്തു. അവരുടെ സഭയിലുണ്ടായിരുന്ന ഒരു മദറിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ അക്ഷീണ ശ്രമമായിരുന്നു പ്രധാനമായിട്ടും സംസാര വിഷയം. പപ്പ തികച്ചും മൂങ്ങനായിരുന്നു. റോസലിനെ വല്ലാതെ അലിവ് തോന്നി. അവൾ പപ്പയോട് ചേർന്നിരുന്നപ്പോൾ പെട്ടെന്ന് പപ്പ ഒന്ന് തേങ്ങിയത് അവൾ ശരീരത്തിൽ അറിഞ്ഞു. പപ്പ വീണ്ടും കണ്ണടച്ചു. പപ്പയോട് എന്താണ് സംസാരിക്കേണ്ടത് എന്നുള്ള ഓർത്തു. ഒരുങ്ങിയിറങ്ങിയത് എന്തിനാണെന്ന് പറഞ്ഞാലും കൂട്ടുകാരിയുടെ കല്യാണം എന്നൊക്കെ വെറുതെ കള്ളം പറയണം, വേണ്ട. പിന്നെ എന്തിനെ പറ്റി സംസാരിക്കും? മനസ്സിൽ നിറയെയുള്ളത് ധനുരാജാണ്. അത് പറയാൻ പറ്റുകയുമില്ല. പപ്പയ്ക്ക് ഇഷ്ടമാകുന്ന എന്തു വിഷയമാണുള്ളത് എന്ന് പിടികിട്ടാതെ അവൾ സംസാരിക്കാതെ. യോഹന്നാൻ എന്നയാള് ഡ്രൈവറോട് ആളില്ലാത്ത സ്ഥലം നോക്കി വണ്ടി നിർത്താൻ പറഞ്ഞു. ഒന്ന് മൂത്രം ഒഴിക്കണം. അത് ഒരു കുന്നിന്റെ ചെരുവിലാണ് വണ്ടി നിന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് അവിടെ ഇട്ടായിരുന്നത്. താഴ്വാരത്തില് ഒരു വാഗമരം നിറയെ പൂത്ത് ചെമന്നു നിർത്തും. മരത്തിന്റെ മുകൾ പരപ്പ് റോഡിന്റെ നിരപ്പിലാണ്. റോഡിനോട് ചേർന്ന് ഒരു പരവതാനി വിരിച്ചതുപോലെ പൂക്കളിലൂടെ നടന്നു പോകാമെന്ന് തോന്നും. അത്ര ഭംഗിയുള്ള കാഴ്ച. അവൾ പപ്പയെ തോണ്ടി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഒരു കുസൃതിയായിട്ട് ചോദിച്ചു, പപ്പ നമുക്ക് ഈ പൂക്കളുടെ മുകളിലൂടെ നടന്നു നോക്കാം. ഒന്ന് നിർത്തി അവൾ വീണ്ടും പറഞ്ഞു, മമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിലൂടെ നടക്കണമെന്ന് പറഞ്ഞു വാശി പിടിച്ചേ. യോഹന്നാൻ അപ്പോഴും പറ്റിയ സ്ഥലം നോക്കി നടക്കുന്നേ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അത്ര ദൂരെയല്ലാതെ മറ്റൊരു കുന്നിൽ ഒരു ക്ഷേത്രം അവൾ കണ്ടത്. യോഹന്നാൻ ആവശ്യം കഴിഞ്ഞ് തിരിച്ചെത്തി പറഞ്ഞു, ഈ ക്ഷേത്രങ്ങളിലെയൊക്കെ ഓരോ രീതികൾ കേട്ടാലുണ്ടല്ലോ ചിരി വരും. എല്ലാം പഴയപടി തന്നെ, ഒന്നിനും മാറ്റമില്ല. എത്ര പ്രാകൃതമാണ് ഓരോ കാട്ടും. ശരിയല്ലേ എന്ന് ചോദിക്കും പോലെ അയാൾ സേവ്യറേയും റോസലിനെയും നോക്കി. റോസലിൻ വീണ്ടും ഓർമ്മകളിലേക്ക് ഊഴിയിട്ടു. ഒരിക്കൽ അവൾ ധനുരാജനൊപ്പം ഒരു ക്ഷേത്രത്തിലും പോയി. ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിന് അകം കാണുന്നത്. തലമുടി മടഞ്ഞു കെട്ടി, പൂ ചൂടി, പുട്ടുതൊട്ട്, മാലയിലെ കുരിശു മാറ്റി, സെറ്റ് സാരി ഉടുത്താണ് അവൾ ക്ഷേത്രത്തിൽ പോയത്. ഗോപുരത്തിലെ ചിത്രപ്പണികൾ കുറേ നേരം കണ്ടിരുന്നു. പിന്നെ അകത്തു പോയി തൊഴുതു. ദൂരെ ആയത് കാരണം ഉള്ളിൽ ഏത് വിഗ്രഹം എന്നൊന്നും കാണാൻ കഴിഞ്ഞില്ല. കുറെ വിളക്കുകൾ മാത്രം കണ്ടു. തീർത്ഥം കുടിച്ചു, കുറിയിട്ടു, പ്രസാദം കഴിച്ചു. എന്തു വലിയ ക്ഷേത്രം! പ്രദക്ഷിണ മണ്ഡപത്തിലൂടെ നടന്നു. മണ്ഡപത്തിലെ തൂണുകളിലെല്ലാം കൊത്തുപണികൾ, ശാലഭഞ്ജികകൾ. എന്തു ഭംഗിയുള്ള യുവതീ ശില്പങ്ങളാണവ! രണ്ട് കൈകളും ഉദരത്തോട് ചേർത്ത് ദീപം പിടിച്ചിരിക്കുന്നു. അവിടെ ദീപം കത്തുന്നത് കാരണം തന്നെ ഈ എല്ലാ ശില്പങ്ങളുടെയും മാറിൽ വിളക്ക് കത്തിയതിന്റെ കറുത്ത മെഴുക്ക് തിളങ്ങും. ആരുമില്ലാത്ത ഒരു കോണിൽ വെച്ച് അവയിലൊന്നിന്റെ മാറിൽ നിന്ന് വിരൽ കൊണ്ട് മെഴുക്ക് തോണ്ടിയെടുത്ത് ധനുരാജ് നെറ്റിയിൽ തൊട്ടു. റോസലിന് വല്ലാതെ നാണം തോന്നി. അവൾ ചോദിച്ചു, ഇങ്ങനെയാണോ നിങ്ങൾ കറുത്ത പൊട്ടിടുക? ധനുരാജ് വല്ലാതെ. അയാൾ പറഞ്ഞു, അല്ല, അയ്യോ, അല്ല അല്ല അല്ല, ആദ്യമായിട്ടാണ് ഇന്ന് ഞാനിങ്ങനെ ചെയ്തത്. പണ്ട് ഒരിക്കലും ഇങ്ങനെ തോന്നിയിട്ട് കൂടിയില്ല. അവൾ ശാലഭഞ്ജികളുടെ പാർശ്വങ്ങളിലുള്ള ശില്പങ്ങൾ നോക്കി നടന്നു. ആനകൾ, മയിലുകൾ, സിംഹങ്ങൾ, നർത്തകിമാർ, സന്യാസിമാർ, വാദ്യങ്ങൾ വായിക്കുന്നവർ, യുവതികൾ, പുരുഷന്മാർ, അർദ്ധനഗ്നർ, പൂർണ്ണനഗ്നർ, വിശദമായ ലൈംഗിക ഭൂമികൾ. അവൾ അന്തിച്ചു നിന്നു. ഒരു ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെയുള്ള ശില്പങ്ങൾ! അവൾക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ തന്നെ നാണമേ. റോസലിൻ ചോദിച്ചു, ഇതിന്റെയൊക്കെ എന്താ അർത്ഥം? അയാൾ പറഞ്ഞു, ചുറ്റമ്പലങ്ങൾ ക്ഷേത്രത്തിന്റെ സ്ഥൂല ശരീരമാണ്. അവിടെ ഇന്ദ്രിയങ്ങളുടെ ആഘോഷം. ഇവിടുത്തെ ഏത് കാഴ്ചയും കണ്ണിന്റെ ആഘോഷമാണ്.
നാദസ്വരവും തകിലും കുഴലും മേളവും കാതിന്റെ ആഘോഷം. ഇവിടെ എന്തെല്ലാം പ്രസാദങ്ങളുണ്ട്! ഊണ്, പായസം, ഉണ്ണിയപ്പം, എല്ലാം രുചി. ചന്ദനം, ഭസ്മം എന്നിവയും തിരക്കിലെ സാമീപ്യവും സ്പർശം, ഗന്ധം, ഇതൊന്നും പറഞ്ഞു തരേണ്ടതല്ല, ഒന്നും ചോദിക്കരുത്. എനിക്കാരും പറഞ്ഞു തന്നല്ല, സ്വയം അനുഭവിച്ചറിയുന്നതാണ്. അപ്പോഴേക്കും പല്ലക്കിലുള്ള എഴുന്നള്ളത്തിന്റെ സന്നാഹങ്ങൾ തുടങ്ങി. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. പരിചിതമായ ഏതോ രാഗത്തിലുള്ള നാദസ്വര വായന അവൾക്ക് ഇമ്പമായി. അതിന്റെ ലയം മനസ്സിലെ ഏതെല്ലാമോ വാതിലുകൾ തുറക്കും പോലെ. വാദ്യക്കാരുടെ പിന്നിലെ രണ്ടു വശങ്ങളിലുമായി തീവെട്ടികൾ, തീപ്പന്തങ്ങൾ പിടിച്ച് ആളുകൾ നീങ്ങുന്നു. പല്ലക്ക് ചുമക്കുന്നവർ ഒരു പ്രത്യേക താളത്തിലാണ് നടക്കുന്നത്. പല്ലക്കിന് പിന്നിൽ ഷർട്ടിടാതെ മുണ്ടു മാത്രം എടുത്ത് പുരുഷന്മാർ ഭജന പാടി നീങ്ങുന്നു. ആദ്യത്തെ പ്രദക്ഷിണം വളരെ പതുക്കെ പല ഭാഗങ്ങളിൽ നിന്നാണ് നീങ്ങിയത്. 2-3 പ്രദക്ഷിണങ്ങൾ നല്ല വേഗതയിലായിരുന്നു. അവർക്കൊപ്പമെത്താൻ ധനുവിനും റോസലിനും ഓടുക തന്നെ വേണ്ടു. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് ഉടുപ്പിടാത്ത പുരുഷന്മാരുടെ നടത്തത്തിന്റെ താളം. പിൻവശമാണ് കാണുന്നത്. തോൾപ്പലക തെളിഞ്ഞു കാണുന്ന കൃഷകാത്രരും, മാംസളമായ ശരീരമുള്ളവരും, പൊക്കമുള്ളവരും, പൊക്കം കുറഞ്ഞവരും, പല തരക്കാർ. ഇടത്തോട്ടും വലത്തോട്ടും ആടിയും ഉലഞ്ഞും കൈ വീശിയും അവർ നീങ്ങുന്നു. പശുക്കൾ കൂട്ടമായി പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യർ നടന്ന് നീങ്ങുന്നത്, അതിന്റെ താളക്രമം താൻ ആദ്യമായാണ് കാണുന്നത് എന്ന് അവൾക്ക് തോന്നി. അവരുടെ ചലനങ്ങൾ കാണാൻ അവർക്കൊപ്പം ഓടി. പാൻറ്റും ഷർട്ടും ധരിച്ച മനുഷ്യർ അഭിനയിക്കും പോലെ കൃത്രിമമായി നിറഞ്ഞു നീങ്ങുന്നതേ അവൾ കണ്ടിരുന്നുള്ളൂ എന്നവൾ അത്ഭുതപ്പെട്ടു. അവൾ സ്വയം പറഞ്ഞു, മനുഷ്യർ ഇങ്ങനെയാണ് അല്ലേ? അവൾ ക്ഷേത്രനടയിൽ നിന്നും വീണ്ടും കൈകൂപ്പിത്തു. എന്തോ ഒന്ന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു എന്ന് തോന്നൽ അവളിൽ നിറഞ്ഞു. വൈകുന്നേരം പൂന്തോട്ടത്തിലെ ആളില്ലാത്ത ഭാഗത്ത് ധന്യരാജനോട് ചേർന്നിരിക്കുമ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എല്ലാം പുതുതാണ്. അയാൾ പറഞ്ഞു, എനിക്കും. പപ്പ അവളുടെ തോളിൽ തൊട്ടു. ഗ്രിഗറി മോന്റെ ഹോസ്റ്റൽ വഴി പോകാം, അവനെയും കൂട്ടണം. പപ്പയോട് ഒന്നും സംസാരിച്ചില്ല എന്നോർത്തപ്പോൾ അവൾക്ക് ആകെ വിഷമം തോന്നി. പപ്പ എന്ത് കരുതുന്നുണ്ടാകാം? വേഷം മാറ്റാൻ പറഞ്ഞതിൽ താൻ ദേഷ്യപ്പെട്ടിരിക്കുകയായിരിക്കും എന്നായിരിക്കുമോ കരുതുക? ആവില്ല. പപ്പ മറ്റേതോ ലോകത്തെന്ന പോലെയാണ് ഇരിക്കുന്നത്. അവൾ പപ്പയോട് അല്പം കൂടി ചേർന്നിരുന്നു. പപ്പയുടെ ഫോൺ ശബ്ദിച്ചു. അയാളുടെ പോക്കറ്റിൽ കൈയിട്ട് അവൾ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് പപ്പയ്ക്ക് കൊടുത്തു. സേവ്യർ ഹലോ എന്ന് മുരടനക്കിയപ്പോൾ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. സേവ്യർ ആണോ? അയാൾ അതെ എന്ന് പ്രതിവേദിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു, PC സേവ്യർ? പനക്കൽ ചാക്കോ മകൻ സേവ്യർ? അയാൾ അത്ഭുതത്തോട് പറഞ്ഞു, അതെ, ആരാണാവും? മറുപടി ഉണ്ടായില്ല. അയാൾ ചോദ്യം ആവർത്തിച്ചു. വളരെ സങ്കോചത്തോടെ സ്ത്രീ ശബ്ദം പറഞ്ഞു, എൻ്റെ പേര് മെഹറുന്നിസ ബീഗം. അറിയുമോ ആവും? അയാൾ ഒരു നിമിഷം ശ്വാസമടക്കിയിരുന്ന് കഴിയുന്നത്ര കാര്യമാത്ര പ്രസക്തമായി പറഞ്ഞു, അറിയുമല്ലോ. എവിടെ നിന്ന് വിളിക്കുന്നു? നിങ്ങളുടെ ടൗണിൽ തന്നെയുണ്ട്. സേവ്യർ ഒരു നിമിഷം കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ഡ്രൈവറോട് വണ്ടി ഒതുക്കിയിടാൻ ആവശ്യപ്പെട്ടു. ഒരു നിമിഷം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും തുടർന്ന് സംസാരം റോസിലിൻ കേൾക്കാതിരിക്കാൻ അയാൾ ഫോൺ ഓഫ് ചെയ്തു. പിന്നെ പുറത്തിറങ്ങി. പപ്പയുടെ ഏതോ പഴയ ഡയറിയിൽ ഈ പേര് കണ്ടത് റോസലിൻ ഓർത്തു. ജൂൺ 15 എന്ന തീയതിക്ക് താഴെ മെഹറുന്നിസ എന്ന പേര് എഴുതിയിരുന്നു. ആ പേജിൽ നൂല് പോലെയുള്ള ഒരു മയിൽപ്പീലി തുണ്ടും തിരികെ വെച്ചിരുന്നു. പിന്നെയുള്ള ഡയറികളിലെ ജൂൺ 15 അവൾ വെറുതെ മറിച്ചു നോക്കി. എല്ലാ ഡയറികളിലും ജൂൺ 15 ഒരു ചന്ദ്രക്കല വരയ്ക്കാൻ പപ്പ മറക്കാറില്ല എന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു. സേവ്യർ കാറിൽ നിന്നും ഇറങ്ങി
ഫോണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ യോഹന്നാൻ എന്നയാൾ റോസലിനോട് ഓരോന്ന് ചോദിച്ചോടെ. പക്ഷെ അവളുടെ മനസ്സിൽ മറ്റു പലതുമായിരുന്നു. ആരാണ് ഈ മെഹറിനിസ? പപ്പയുടെ പഴയ കാമുകിയോ? അവൾ പെട്ടെന്ന് ഓർത്തു, ബാങ്കിൽ ചെല്ലാൻ കഴിയില്ല എന്ന വിവരം ഇനിയും ധനരാജനെ വിളിച്ചറിയിച്ചിട്ടില്ല. അകത്തിരുന്ന് സംസാരിച്ചാൽ ഡ്രൈവറും യോഹന്നാനും കേൾക്കുമല്ലോ എന്ന് കരുതി അവൾ കാറിന് പുറത്തിറങ്ങി. നല്ല മഞ്ഞുള്ള സമയമായിരുന്നു അത്. ദൂരെ നിന്നിട്ടും സേവ്യർ സംസാരിച്ചത് അവൾ വ്യക്തമായി കേട്ടു. അയാൾ വാക്കുകൾ പിശുക്കി തന്നെയാണ് സംസാരിച്ചത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അതിന് പറ്റിയ സാഹചര്യത്തിലല്ല, അത്രയേ ഉള്ളൂ. സാഹചര്യം പിന്നെ പറയാം. സേവ്യറുടെ സംസാരം മാത്രമേ റോസലിന് കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സേവ്യർ എന്തോ എല്ലാം കേൾക്കുകയായിരുന്നു. ഉവ്വ് ഉവ്വ് എന്നും അല്ല അല്ല എന്നും കുറെ നേരം തുടരെ സേവ്യർ മാറി മാറി പറഞ്ഞുകൊണ്ടേയിരുന്നത് റോസലിനിൽ കൗതുകമുണർത്തി. ഉവ്വ് അല്ല, ആ ഉവ്വല്ലകൾ എന്തിൻ്റെ എല്ലാം പ്രതികരണമാകാം എന്നവൾ ചിന്തിച്ചു. ഇടയ്ക്ക് എപ്പോഴോ സേവ്യർ പറഞ്ഞു, മെഹറിനെ ഞാൻ തെറ്റിദ്ധരിക്കൂ? ഇല്ല മെഹർ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ രക്ഷിക്കാൻ അന്ന് മെഹർ പഠിത്തം നിർത്തി. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നത്. മുറിയുന്ന സംസാരത്തിന്റെ ഇഴകൾ അടുപ്പിച്ചപ്പോൾ റോസലിന്റെ മനസ്സിൽ ചിത്രങ്ങൾ വിരിഞ്ഞു. താഴ്വാരത്തിൽ നിന്ന് പാതയുടെ ഓരം ചേർന്ന് നിന്ന വാഗമരത്തിന്റെ ഓർമ്മ അവളിൽ തെളിഞ്ഞു. മരത്തിന്റെ മുകൾ പരപ്പ് റോഡിന്റെ നിരപ്പിലാണ്. മരം നിറയെ പൂക്കളുമായിട്ട് റോഡിന്റെ നിരപ്പിലേക്ക് ഇങ്ങനെ വന്ന് ചേരുകയാണ്. റോഡിനോട് ചേർന്ന് ഒരു പരവതാനി വിരിച്ചതുപോലെ നിറയെ ചെമന്ന പൂക്കൾ. ഭംഗി കൂട്ടാൻ അങ്ങുമിങ്ങും കുറെ പച്ച ഇലകൾ. മരം കാണാനേയില്ല. പൂപരവതാനിയുടെ മുകളിലൂടെ രണ്ട് ചിത്രശലഭങ്ങൾ പറന്നു കളിക്കുന്നു. ഭംഗിയുള്ള വലിയ ചിറകുകളാണ് അവയ്ക്ക്. തമ്മിലടുത്തും പിന്നെ അകന്നു മാറി പറന്നും വീണ്ടും നേർക്കുനേർ നിന്നും ചിറകുകൾ തമ്മിലുരസിയും. ഒന്നാം ചിത്രശലഭം പറഞ്ഞു, മെഹർ, ജീവിതകാലം മുഴുവൻ നമുക്ക് ഇതേപോലെ പറന്ന്. മെഹർ ചിത്രശലഭം പറഞ്ഞു, സേവ്യർ, എന്റെയും ആഗ്രഹമാണത്. പക്ഷെ എത്ര കാലം? ഇന്നല്ലെങ്കിൽ നാളെ ഭൂമിയിൽ കാൽ ചവിട്ടി നിൽക്കേണ്ടവരല്ലേ നമ്മൾ? സേവ്യർ പറഞ്ഞു, എങ്കിൽ നമുക്കിപ്പോൾ തന്നെ ചിറകുകൾ ഒതുക്കി വെച്ച് പതിയെ, വളരെ പതിയെ ഈ പൂക്കൾക്ക് മുകളിലൂടെ നടന്നു നോക്കാം. മെഹർ, പൂക്കൾക്ക് നമ്മുടെ ഭാരം താങ്ങാനാവില്ലെങ്കിലോ? പൂക്കൾക്ക് താഴെ ശിഖരങ്ങളുണ്ട്, തിങ്ങി നിറഞ്ഞ ശിഖരങ്ങൾ. അവയ്ക്ക് താഴെ അതിലും വലിയ ശിഖരങ്ങൾ, പിന്നെ കൂടുതൽ വലിയവ. നമ്മൾ താഴോട്ട് പോവില്ല. മെഹർ പറഞ്ഞു, അതെ, എനിക്കും തോന്നുന്നുണ്ട്. നമുക്ക് നടന്നു നോക്കിയാലോ? ശേഷം സ്വന്തം ശരീരങ്ങളിലേക്ക് മടങ്ങി സേവ്യറും മെഹറും പാതയോരത്ത് നിന്നും പൂപരവതാനിയിലേക്ക് കാലുകൾ നീട്ടിവെച്ചു. ആ മെഹറാകാം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് സേവ്യറിനെ വിളിക്കുന്നത്. മെഹറിന്റെ ചിന്തകൾ റോസലിന്റെ ഭാവനയിൽ വിരിഞ്ഞു. പ്രണയം പുറത്തെറിഞ്ഞ കാലം മെഹറിന്റെ ഇക്കമാർ സേവ്യറിനെ ഉപദ്രവിച്ചു കാണുന്നു. അവൾ ഒറ്റിക്കൊടുത്തു എന്ന് കരുതി സേവ്യർ ജീവിതകാലം മുഴുവൻ മെഹറിനോടുള്ള വെറുപ്പുമായി നടക്കുകയായിരിക്കുമോ? ഇതെല്ലാം ആകാം മെഹറിന്റെ ആകുലത. ഒന്നും ആരിൽ നിന്നും മെഹറിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 30ഓളം വർഷം അടക്കി വെച്ച വിങ്ങൻ. മെഹറിന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാകാം. പഠിത്തം അവസാനിപ്പിച്ച മെഹർ വിവാഹിതയായി വിദേശത്ത് പോയിട്ടുണ്ടാകാം. ഇതിനകം അമ്മൂമ്മയും ഒക്കെ ആയി കഴിഞ്ഞിരിക്കാം. എന്നിട്ടും വിങ്ങുന്ന ഓർമ്മകൾ. ഇപ്പോൾ എന്തിനായെങ്കിലും നാട്ടിലെത്തിയപ്പോഴാകാം സേവ്യറുടെ ഫോൺ നമ്പർ ലഭിക്കുന്നത്. സേവ്യറിനെ ഒന്ന് കാണണം. നേർ കണ്ട് തന്റെ ത്യാഗം വ്യർത്ഥമായോ എന്നറിയണം. അതിനാകാം മെഹർ വിളിക്കുന്നത്. സേവ്യർ ഫോണിൽ പറഞ്ഞു, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി
സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുക. അതാണ് മെഹർ പഠിപ്പിച്ചത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കുക. അതാണ് മെഹർ പഠിപ്പിച്ചതെന്ന്. ഇല്ല, ഒന്നും വ്യർത്ഥമായില്ല. അന്ന് മെഹർ വിതച്ച വിത്തിൽ നിന്നുള്ള വിളവാണ് ഇന്നും ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും നൽകുന്നത്. വിലമതിക്കാൻ കഴിയുന്നില്ല മെഹർ. സംസാരത്തിനിടയിൽ പപ്പ വിതുമ്പിയോ എന്ന് റോസ്ലിൻ ആശങ്കപ്പെട്ടു. എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും പുറത്തറിയിക്കാത്ത ആളാണ് സേവ്യർ. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സേവ്യർ പറഞ്ഞു, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മെഹർ, കഴിയില്ല. നാളെയാണ് ജൂൺ 15 എന്നും അത് മെഹറിന്റെ ജന്മദിനമാണെന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇല്ല, എനിക്ക് പറ്റില്ല, കഴിയുന്നില്ല, ക്ഷമിക്കുക. അവൾക്ക് പപ്പയോട് വല്ലാത്ത സ്നേഹവും അനുകമ്പയും തോന്നി. ഒരിക്കൽ എത്രയോ ഗാഢമായി സ്നേഹിച്ചിരുന്ന ഒരാൾ ഒന്ന് കാണാൻ അപേക്ഷിക്കുകയാണ്. പപ്പയുടെ പ്രയാസങ്ങൾ താൻ ഓർക്കാറേയില്ലല്ലോ എന്ന് റോസ്ലിൻ ദുഃഖത്തോടെ ഓർത്തു. ദിവസവും രാവിലെ പപ്പ 4 മണിക്ക് എഴുന്നേറ്റ് ജോലികൾ തുടങ്ങും. ഭക്ഷണം പാകം ചെയ്യും, മമ്മയെ കുളിപ്പിക്കും. അതുകൂടി കഴിഞ്ഞിട്ട് അയാൾ ഓഫീസിൽ പോകും. വൈകുന്നേരം എത്തിയാൽ വീണ്ടും ജോലി. പിന്നെ മമ്മയുടെ മാന്ദ്യതയിലൂടെയുള്ള സഹയാത്ര. മമ്മയെ താക്കീത് ചെയ്തും സ്നേഹിച്ചും വഴക്കു പറഞ്ഞും മരുന്ന് കുടിപ്പിച്ചും കൂട്ടത്തിൽ ഗ്രിഗറിയുടെ ഗ്രഹപാഠങ്ങൾ ശ്രദ്ധിച്ചും മുഴുവൻ സമയവും കുടുംബത്തിനായി ഒഴിഞ്ഞു വെക്കുന്ന പപ്പ. കിടക്കുന്നതിന് മുമ്പ് വല്ലപ്പോഴുമുള്ള 2 പെഗ് മദ്യം, അതുമാത്രമേ ആ ജീവിതത്തിലെ സ്വസ്ഥതയുടെ നിമിഷങ്ങളായി അവൾ കണ്ടിട്ടുള്ളൂ. കാറിൽ ഒപ്പം സഞ്ചരിച്ചിരുന്ന യാത്ര ചെയ്ത യോഹന്നാൻ ഇറങ്ങിക്കഴിഞ്ഞ് പപ്പയോട് പറയാം, ഞാൻ ലീവ് എടുത്ത് മമ്മയുടെ കൂടെ നിൽക്കാം. ഒരു ദിവസം പപ്പ ഒന്ന് ആഘോഷിച്ചു വരൂ. ജീവിതം ഒരു പക്ഷേ അങ്ങനെ ഒരു ദിവസത്തെ ഓർമ്മകൾ മാത്രം മതിയായേക്കാം. ജീവിതകാലം മുഴുവൻ മധുരിക്കാൻ. അവൾ പപ്പയോട് ചേർന്നിരുന്നു. യോഹന്നാന്റെ സംസാരം എങ്ങനെയോ മുസ്ലിം പള്ളികളെ കുറിച്ചും മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നതിനെ പറ്റിയും അവരുടെ ആചാരങ്ങളിലെ ഫലിതങ്ങളിലേക്ക് നീങ്ങി. എപ്പോഴോ റോസ്ലിൻ ഉറക്കത്തിലേക്ക് വഴുതി. റോസ്ലിനെ ചാരിയിരുന്ന് റോസ്ലിൻ ഉറങ്ങുകയാണ്. ഒപ്പം ഒരു സ്വപ്നത്തിലേക്കും. റോസ്ലിൻ അവളുടെ വീടിന്റെ ഉമ്മറത്തിരിക്കുകയാണ്. വേഷം കൊണ്ട് ബ്രാഹ്മണർ എന്ന് തിരിച്ചറിയാവുന്ന വൃദ്ധ ദമ്പതികൾ മുറ്റത്തേക്ക് വരുന്നു. റോസ്ലിൻ എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ ഭവ്യമായി എഴുന്നേറ്റിരുന്നു. അവർ പറഞ്ഞു, ഭിക്ഷ വാങ്ങാൻ വന്നതാണ്, ധർമ്മം ചോദിക്കാൻ വന്നതാണ്. റോസ്ലിന് അത്ഭുതമായി. അവരുടെ വേഷത്തിലോ അവരുടെ ശരീരഭാഷയിലോ അവർ ദരിദ്രരാണ് എന്ന് തോന്നുകയേയില്ല. അല്ല തന്നെ. റോസ്ലിൻ ചോദിച്ചു, ഞാൻ എന്താണ് തരേണ്ടത്? അവർ പറഞ്ഞു, ഒരു നൂലാണ് ഞങ്ങൾക്ക് വേണ്ടത്, പുണ്യമായ ഒരു നൂൽ, ഒരു പൂണൂൽ. റോസ്ലിൻ എന്താണ് എന്ന് മനസ്സിലാകാതെ നിന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, 300ഓളം വർഷങ്ങൾക്ക് മുമ്പ് നിർബന്ധിത മതപരിവർത്തനം ഭയന്ന് ഗോവയിൽ നിന്നും ഓടി വന്നവരാണ് ഞങ്ങളുടെ പൂർവികർ. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു പൂണൂലിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാം വിട്ടോടിയത്. ആ പൂണൂൽ ഞങ്ങളുടെ മകന് വേണ്ടി ഭിക്ഷയായി ചോദിക്കാൻ വന്നതാണ് ഞങ്ങൾ. ഞങ്ങളുടെ മകന്റെ പേര് ധനുരാജ് വിട്ടൾ എന്നാണ്. ധനുരാജിന്റെ അച്ഛനും അമ്മയുമാണ്. അവരുടെ മകനെ അവർക്ക് വിട്ടുകൊടുത്തേക്കണേ എന്ന് അപേക്ഷിക്കാൻ വന്നവരാണ് അവർ. റോസ്ലിൻ ഒരു ത്വയകലോടെയാണ് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. പപ്പ അവളെ ചേർത്ത് പിടിച്ച് ഭുജത്തിൽ തട്ടി സമാധാനിപ്പിച്ചു. അവൾക്ക് മമ്മയെ കെട്ടിപ്പിടിച്ച് കരയണം എന്ന് തോന്നി. അവൾക്ക് തൊണ്ടയിൽ സങ്കടം വിങ്ങി. ഗ്രിഗറിയുടെ ഹോസ്റ്റലിൽ എത്തുന്നതിന് മുമ്പ് തൊട്ടുമുമ്പ് യോഹന്നാൻ ഇറങ്ങി. ഹോസ്റ്റലിലെ ഇവർ രണ്ടുപേരും ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ സന്ദർശക മുറിയിൽ പോയിരുന്നപ്പോൾ തന്നെ അവരെ കാത്തിരുന്നത് പോലെ ഗ്രിഗറി മോൻ ഓടി വന്നു. കരഞ്ഞുകൊണ്ടാണ് വരവ്. അവൻ പറഞ്ഞു,
പപ്പ വരാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല. ഇന്നലെ രാത്രിയില് മമ്മ വന്നിരുന്നു. പപ്പയുടെ കല്യാണ ഫോട്ടോയിൽ മമ്മ ഉടുത്തിരുന്ന അതേ സാരി ഉടുത്താണ് വന്നത്. തലയിൽ വെള്ള ക്രൗൺ വെച്ച് കയ്യിൽ പൂക്കളുമായി മമ്മ വന്നു. അസുഖമൊന്നുമില്ല, നല്ല സന്തോഷത്തോടെയാണ്. എന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. പിന്നെ മമ്മ പോകട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വിട്ടില്ല. മമ്മയുടെ സാരിക്ക് പിടിച്ചു. ദാ ഈ നൂൽ, മമ്മയുടെ സാരിയിലെ ഈ നൂൽ മാത്രം എന്റെ കയ്യിൽ കിട്ടി. ഗ്രിഗറി ഏങ്ങലടിച്ചു കരഞ്ഞു. സേവ്യർ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. നമസ്കാരം. താങ്ക് യു സർ. വളരെ ആഴത്തിൽ ചിന്തകളിലേക്ക് നമുക്ക് നയിക്കുന്ന ഇത്രയും ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായ ഒരു കഥ. കഥാപാത്രങ്ങളെല്ലാം വളരെ കൃത്യതയോടെ അതിൻ്റെ അകത്ത് അംഗങ്ങളായി ചേർന്നിരിക്കുന്നു. സേവിയർ, മെഹർ, റോസലിൻ, ഗ്രിഗറി, ധനരാജ്. ഓരോരുത്തരുടെയും റോളുകളും ചേഞ്ച് ഓവറുകളും എല്ലാം വളരെ 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 ഭംഗിയായി. യാത്രയിലുടനീളം കണ്ട കാഴ്ചകളും സ്വപ്നവും അതുപോലെ തന്നെ സംസാരവും പ്രകടനങ്ങളുമെല്ലാം തികച്ചും ഹൃദ്യം. താങ്ക് യു സർ. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മനോഹരമായൊരു കഥ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് മൃജ്യോതി മാം തുടങ്ങാം അല്ലേ? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സബു സർ, താങ്ക് യു ശിവരാജ് സർ. സാറ് വളരെ മനോഹരമായി പ്രണയങ്ങളുടെ ഒരു കോവ തന്നെ അവതരിപ്പിച്ചു. വളരെ ഗംഭീരമായിരുന്നു സാർ. താങ്ക് യു വെരി മച്ച് സാർ. വളരെ നന്നായി. വളരെ സാറ് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അത് ശരിക്കും ഞങ്ങളെ ഹൃദയത്തിലേക്ക് ഇടിച്ചിറങ്ങിയിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, ഇനി ആരാ പറയുന്നത്? ശ്രീകുമാരി മാം ആണോ? പറയാം. നല്ലൊരു കഥയായിരുന്നു. ശ്രീകുമാരി മാം. നേരത്തെ അമർജ്യോതി മാം പറഞ്ഞതുപോലെ തന്നെ പ്രണയമഴ പൊഴിച്ചുകൊണ്ടായിരുന്നു കഥയുടെ ആ ഒഴുക്ക്. പല ആൾക്കാരുടെയും പേര് തന്നെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ധൻരാജ്, മെഹർനീസ, സേവിയർ എന്ന പപ്പയുടെ കാമുകിയുടെ കഥ. തനിക്ക് വേണ്ടി പഠിത്തം നിർത്തി മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി സ്വയം ആഗ്രഹങ്ങൾ ത്യജിക്കുക എന്ന മെഹർനീസയുടെ പാഠം. അങ്ങനെയെല്ലാം അവതരിപ്പിച്ചു. അവസാനം പൂണൂലിന്റെ കഥ, മകനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് സ്വപ്നത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. എല്ലാം വളരെ മനോഹരമായ രീതിയിലുള്ള തന്നെയായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. വളരെ കൃത്യമായിട്ട് കേട്ടു, അഭിപ്രായം പറഞ്ഞു. സന്തോഷം. താങ്ക് യു ടീച്ചർ. താങ്ക് യു സർ. താങ്ക് യു ശിവരാജ് സർ. കൃത്യമായി കേട്ടു. കാറിൽ ഞാനും ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ കൂടിയൊക്കെ ഞാനും പോയി. പിന്നെ എന്നാ പറയാനോ, ഒത്തിരി സാറ് പിടിച്ചിരുത്തി കളഞ്ഞു. സാർ അവസാനം കൈകൂപ്പിയപ്പോഴാണ് തീർന്നല്ലോ എന്നായിപ്പോയി. സാറെന്നാ കൈകൂപ്പുന്നതെന്ന് ഓർത്തു. അന്നേരം ഓർത്തു തീർന്നായിരിക്കും. ഭയങ്കര രസമായിട്ട് അതെന്ന് പറഞ്ഞാല് അനുഭവിച്ചോണ്ട് കേട്ടിരുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി ആരാ പറയുന്നേ? ഉഷമാം, ശുദ്ധോദനൻ ഡോക്ടർ. ഉഷമാം പറയും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു കഥ ഹൃദയസ്പർശിയായ രീതിയിൽ സാർ അത് അവതരിപ്പിച്ചു. ഒപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഓരോരുത്തരെയും നമ്മുടെ മനസ്സില് അവരുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരുടെ ഓരോ ചലനങ്ങളും നമുക്ക് അനുഭവപ്പെട്ടു.
മുല്ലപ്പൂ ചൂടി വരുന്ന മുല്ലപ്പൂ ചൂടി പൊട്ട് തൊട്ട് സെറ്റ് എടുത്തൊരുങ്ങി വരുന്ന റോസ്ലിനെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ധനുരാഗ്, പിന്നെ ആ പപ്പ, നിസ്സഹായനായ ആ പപ്പയുടെ മുഖം, ഒരുമിച്ച് യാത്ര ചെയ്ത യോഹന്നാൻ എന്ന് പറയുന്നത്, പിന്നെ ഗ്രിഗറി എന്ന ആ കൊച്ചു മോന്റെ ആ സ്വപ്നവും അവന്റെ ഒരു ഹൃദയസ്പർശിയായ അമ്മയുടെ അമ്മയെ കണ്ട അനുഭവവും, കല്യാണത്തിനൊടുത്ത സാരി ഉടുത്ത് വരികയും ആ നൂലവന് കയ്യിൽ കിട്ടുകയും ഒരു അമ്മയും മക്കളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥ. അതുപോലെ തന്നെ ഒരു ഭാര്യയോട് ഒരു ഭർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും, നഷ്ടപ്പെട്ടു പോകാത്ത പ്രണയത്തിന്റെ ഒരു ബാക്കിപത്രം എന്നോളം മെഹറുൻ നീസ. ഇതെല്ലാം എപ്പോഴും ജൂൺ 15 എന്നുള്ള ഡയറി താളില് മെഹറുൻ ഒരു മയിൽപ്പീലി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ചന്ദ്രക്കല, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ എവിടേക്കോ അറിയാതെ നൊമ്പരങ്ങൾ ഉണർത്തുകയുണ്ടായി. അതുപോലെ തന്നെ സ്വപ്നത്തിൽ വന്ന അച്ഛനും അമ്മയും, ഇതൊക്കെ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ കാണുകയുണ്ട്. ഒരു നേർക്കാഴ്ചയായിരുന്നു സാറ് ഈ കഥയിലൂടെ വായിച്ചു കേൾപ്പിച്ചത്. ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു. നല്ലൊരു അനുഭവമായിരുന്നു. എനിക്ക് ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറിന് ഈ കഥ ഇത്ര ഹൃദയസ്പർശിയായിട്ട് എഴുതാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പശ്ചാത്തലം സാറിന് ഒന്ന് ഞങ്ങളോട് പങ്കുവയ്ക്കാനുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്ലീസ് സാർ. ഇങ്ങനെ ചോദിക്കാമോ? ഇല്ല, അത് അവസാനം പറയും സാറ്. സാധാരണ അങ്ങനെയാണ്, നമ്മളെല്ലാ കഥകളുടെയും അവസാന പശ്ചാത്തലം കൃത്യമായിട്ട് സാറ് തന്നെ പറയും. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ജയേന്ദ്രൻ സാർ. ശിവരാജ സാറിന്റെ ഈ കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം ഈ ആദ്യം ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ സർക്കുലേഷനിൽ എൻ്റെ കയ്യിൽ വന്ന ബുക്കാണ്. പക്ഷേ എപ്പോഴും ഈ ശിവരാജ സാറിന്റെ കഥയുടെ ഒരു പ്രത്യേകത, ഈ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഒരു ആഖ്യാനമാണ് നമ്മൾ കൊടുത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ വായിച്ച് പോകുന്നത്. പക്ഷേ കഥാകൃത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ പറയുന്ന ഓരോ വാക്കിനും ഓരോ പഞ്ചുണ്ടെന്നുള്ളത് ഇതിനെ കഥ കേട്ടപ്പോൾ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇത് തുടക്കത്തില് ഈ സേവിയർ എന്ന അച്ഛൻ വന്ന് മകളെ വിളിക്കാൻ കാത്തു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അസ്വസ്ഥതകളും പറയുമ്പോൾ അവിടെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. രണ്ട്, ഒരു രോഗിയായ അല്ലെങ്കിൽ കിടപ്പിലായ ഒരു ഭാര്യയെ വളരെ കെയർഫുള്ളായിട്ട്, അതിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ എണ്ണിറ്റ് വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്ത് ഓഫീസിലും പോയി തിരിച്ചു വന്ന് വൈഫിൻ്റെ കാര്യങ്ങൾ നോക്കി ശാസിച്ചും നിയന്ത്രിച്ചും മരുന്ന് കൊടുത്തും എന്ത് കെയർ ആയിട്ടാണ് അയാൾ ആ ഫീമെയിലിനെ അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറെ നോക്കിയിരുന്നത് എന്നുള്ളത് ആ ചെറിയ സെൻറ്റൻസിൽ കൂടെ നമുക്ക് ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. ഇത് ആക്ച്വലി ഈ മകൾ വിചാരിക്കുന്ന ആ ലെവലിന് അപ്പുറത്തേക്ക് അങ്ങനെ വളരെ ഒരു എന്താണ് മാതൃകാപുരുഷനായിട്ട് കാര്യങ്ങൾ കണ്ടുപോകുന്ന ഒരു റെപ്രസെൻറ്റേഷൻ. അത് കഥ നമ്മൾ വെറുതെ വായിക്കുമ്പോൾ അത് കിട്ടുന്നില്ല. ഇപ്പോൾ കഥാകൃത്ത് പ്രസന്റ് ചെയ്തപ്പോഴാണ് അതിൻ്റെ പഞ്ച് ശരിക്കും കിട്ടിയത്. ഒന്ന്. രണ്ടാമത്തേത്, അയാൾക്കുണ്ടായിരുന്ന ഒരു അഫെയറിനെ കുറിച്ച് അയാളുടെ ഡയറിയിൽ എല്ലാ 15-ാം തീയതി എല്ലാ വർഷവും ആ മാസത്തെ 15-ാം തീയതി ചന്ദ്രക്കല വരയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡ്യൂ ഇമ്പോർട്ടൻസ് അയാൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹിസ്റ്ററിയുടെ ഒരു ഷോർട്ട് സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അത് നീ പഠിത്തം നിർത്തി പോയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പഠിത്തം നിർത്തേണ്ടി വന്നേനെ. അവിടെയും ഒരു ത്യാഗത്തിൻ്റെയും ഒരു കരുതലിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കടന്നു പോയിട്ടുള്ള ചില കുത്തലുകൾ എൻ്റെ മനസ്സിൽ വന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്കും അത് ആ ചെറിയ വാക്ക് ആ സെൻറ്റൻസിൽ നമ്മളെ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഒരു മീഡിയത്തിൽ സെക്കൻഡ് കൊണ്ട് നമ്മളെ എത്തിക്കാൻ പറ്റി. ആ ചെറിയ 1-2 ഡിസ്ക്രിപ്ഷൻ വന്നപ്പോഴത്തേന്. പിന്നെ അമ്പലത്തിൽ പോയ സമയത്ത് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ, ഇത് സ്ഥൂല ശരീരമാണ്. ഇവിടെ ആഘോഷത്തിന്റെ എപ്പോഴും ഞാൻ ആലോചിക്കാറ്, പലപ്പോഴും ഞാൻ അമ്പലത്തിൽ പോകുമ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ ഇങ്ങനത്തെ കൊത്തുപണികളൊക്കെ ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ടാവുമല്ലോ. ഒരിക്കൽ പോലും അമ്പലത്തിൽ പോയിട്ടില്ലാത്തവർക്ക് ആ പോകുമ്പോൾ അവിടെ കാണുന്ന ഈ കൊത്തുപണികളെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരം അവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പൊ പരിചയമില്ലാത്ത ഒരു സാധനത്തിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ആ ചെറിയ ഒരു ചെറിയ ഒരു വാക്കുകൾ കൊണ്ട്, അതായത്
ഒരു വലിയൊരു സ്റ്റോറി വളരെ ഷോർട്ടാക്കി വളരെ കൺസോൾഡ് ആയിട്ട് ഇങ്ങനെ അച്ചടക്കത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് സംഗതി. ഇനി അവസാനത്തെ പോയിന്റ്, നാടകാന്തം കവിത്വം ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് അവസാനത്തെ സെക്കൻഡിൽ നമുക്കൊരു ഊഹമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഗ്രിഗറിയുടെ പ്രസന്റേഷനോട് കൂടി എന്താണോ നമ്മൾ അവസാനം എൻ്റെ എന്താണെന്നുള്ളത് ഒരൊറ്റ സെന്റൻസിൽ ഒരു കരഞ്ഞുകൊണ്ട് അവൻ വന്നു, അമ്മ പോയപ്പോൾ ഒരു നൂല് മാത്രമേ എന്നിൽ അവശേഷിച്ചു എന്ന് പറയുമ്പോഴും അച്ഛൻ സേവ്യർ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സംഗതി തീർന്നവിടെ. അപ്പോഴാണ് കഥാകൃത്ത് നിർത്തുന്നത്. സത്യത്തിൽ അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇംപ്രസിംഗ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഹാർട്ട്ഫുൾ ഒരു ഓക്കെ സാർ, താങ്ക് യു ജയന്ത് സാർ. ഇനി ആരാ അൺമ്യൂട്ട് ചെയ്ത്? സുധാകരൻ ഡോക്ടർ ഉണ്ടോ? ആ ഭൂഖണ്ഡക്കൂടെ നടക്കാനുള്ള അവരുടെ തീരുമാനം കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഹലോ, കേൾക്കാം. യെസ്, കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. കോള് വന്നോ? ഇത്രേ ഉള്ളൂ. കൺഗ്രാജുലേഷൻ, എക്സലന്റ് പ്രസന്റേഷൻ, വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള സ്റ്റോറി, മറക്കാൻ പറ്റത്തില്ല. സെക്കൻഡ്സ് കൊണ്ട് നമ്മളെ എവിടേക്കോ കൊണ്ട് പറപ്പിച്ചിട്ട് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി. താങ്ക് യു. അല്ല, ആ വാഗമരത്തിന്റെ ചുവട്ടിൽ കൂടെ നടന്നതും അല്ലേ ഒക്കെ വളരെ 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 മനോഹരമായിട്ടത് പ്രതിപാദിച്ചു. ഇല്ല, അതിനകത്ത് ഒരു ആ പ്രണയത്തിന്റെ മാധുര്യം വളരെ കൃത്യമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളിൻ്റെ അടുത്ത് പോകാനായിട്ട് തയ്യാറെടുക്കുന്ന മോളുടെ ഒരു ചിന്തകളും ഒക്കെ വെരി ഇംപ്രസിങ്. അതാ കഥാകൃത്ത് സൂപ്പറായിട്ട് വിജയിച്ച് ആ സാധനങ്ങളൊക്കെ ഈ വായനക്കാരിൽ എത്തിക്കാൻ വളരെ സക്സസ്ഫുൾ ആയത്. ഈ കഥ നമ്മൾ വായിക്കുമ്പോഴും കഥ കേൾക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് ഇപ്പൊ ജയന്ത് സാർ സാറേ, ഇത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര വ്യത്യാസം കേട്ടോ. ഞാനത് ഒരു ഓഫ് ഹാൻഡ് ആയിട്ട് വായിച്ചു പോയ സാധനമാണ്. പക്ഷെ ഇത്രയും അത് ഒരു ഈ ഉള്ളടക്കത്തിന് ഇത്രയും ഹൃദയസ്പർശിയായ പഞ്ച് ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഈ കഥയുടെ ശരിക്കുള്ള പ്രസന്റേഷൻ ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് എന്ന്. അത് ചിലപ്പോൾ നമ്മൾ പല മൂഡിലാണല്ലോ ഈ കഥകൾ വായിക്കുന്നത്. പക്ഷെ കഥാകൃത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അതാണ്. എന്താണോ കഥാകൃത്ത് ഉദ്ദേശിച്ചത് അത് ആ പ്രസന്റേഷൻ സ്കില്ലിനും ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ആ പറയുന്നതിലൂടെ ആ കറക്റ്റ് പഞ്ച് എന്താന്നുള്ളത് ആ സാറിന്റെ പ്രസന്റേഷനിൽ ഉണ്ട്. 100% എക്സലന്റ്. താങ്ക് യു സാർ, താങ്ക് യു താങ്ക് യു. കഥയൊക്കെ ഇനി ആരാ ഉള്ളത്? അഡ്മിറ്റ് ചെയ്യൂ, പറയാനുള്ള അഡ്മിറ്റ് ചെയ്യൂ. ഡോക്ടർ റെഡിയാണോ? റോയ് സാർ, ലതാ ഉണ്ണി പറയൂ. സാർ നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കഥകളൊന്നും അങ്ങനെ വായിക്കാറില്ല. എനിക്ക് എന്തോ പണ്ട് തൊട്ടേ വലിയ കഥകളോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു ശരിക്കുമുള്ള സാറ് ഇത് പറഞ്ഞപ്പോഴേ ഓരോ കഥാപാത്രങ്ങളും ഓരോ സീനും ശരിക്കും കാണുക തന്നെയായിരുന്നു മനസ്സിൽ. വളരെ നന്നായി. ഇപ്പൊ ഞാൻ അന്നേരം ഓർക്കുന്നത് ഇതുപോലുള്ള ഡെഡിക്കേഷൻ ആയിട്ടുള്ള പ്രണയവും അതുപോലുള്ള ഒരു ഈ സാഹചര്യങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്നും സംശയിക്കേണ്ടി അല്ലേ, സംശയമുണ്ട്. എന്തായാലും വളരെ ഹൃദ്യമായിരുന്നു, വളരെ സന്തോഷം, വളരെ നന്നായിരിക്കുന്നു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സുധാകരൻ ഡോക്ടർ പറയും. സർ, ശരൺ സാർ, ഞാൻ എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്തായാലും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഈ കഥയിൽ ചുഴറ്റി അടിച്ച് വീഴ്ത്തിയതുപോലെ എല്ലാ പ്രണയം രോഗികളും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വികാരവിവശരായി എന്ന് എനിക്ക് മനസ്സിലായി ഇത് കേട്ടിട്ട്. ഞാൻ ഒരു പ്രണയരോഗി എന്നുള്ളത് വെറുതെ പറഞ്ഞു. പക്ഷെ ഇത് ഒരു ഈ വളരെ വളരെ ഗംഭീരമായി പ്രണയിച്ച ഒരാളിന് മാത്രം എഴുതാൻ കഴിയുന്നൊരു കഥയാണിത്. ഒന്ന്. രണ്ടാമത്തേത്, ഇത് ഈ നഷ്ടപ്പെട്ട നീലാംബരി ടി പത്മനാഭൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ ഒരു കഥ. കാരണം മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി പോലെ ഈ ഇന്റർ റിലീജിയസ് 2 പ്രണയങ്ങൾ ഇതിനകത്ത് കിടന്ന് അങ്ങനെ. പക്ഷെ അവരെല്ലാം പ്രണയത്തിന്റെ നൊമ്പരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ത്യാഗം ചെയ്യാൻ, മെഹറുന്നീസയും സേവിയറും അതേപോലെ തന്നെ നമ്മുടെ ഈ പെൺകുട്ടി റോസ്ലിന്റെ ആ ധൻരാജും ഒക്കെ കൂടെ. അപ്പൊ അതിനകത്തൊരു യോഹന്നാനെ ഒരു സഹയാത്രികനായിട്ട് സാറ് തിരികെ കയറ്റിയത് വളരെ ബോധപൂർവമാണ്. കാരണം ആവശ്യമില്ലാത്തൊരു കഥാപാത്രമാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഇതിൽ വളരെ
ഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിൽ വലിയൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തലമുറകൾ കഴിയും തോറും പ്രണയത്തിന് സംഭവിച്ചു പോകുന്ന വ്യത്യാസങ്ങളും എല്ലാം സാർ ഇതിനകത്ത് വളരെ അതിനകത്ത് ഈ വാഗമരത്തിനെയൊക്കെ സാർ ബോധപൂർവം അവിടെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചിട്ട് ആ മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് വളരെ സഹായിച്ചു. വാഗമരത്തിന്റെ മുകളിൽ തുമ്പികൾ 2 എണ്ണം ഇങ്ങനെ പറക്കുകയും അവര് പറയുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സാറിന്റെ കഥകൾ ഞാൻ ഡെപ്തിലേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ കൂട്ടുകാർ മിക്കവാറും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. സാറ് ചില വാക്കുകൾ മലയാള ഭാഷയ്ക്ക് സമ്മാനിക്കാറുണ്ട്. ഈ ഉവ്വല്ലകൾ എന്ന് പറഞ്ഞൊരു വാക്ക്, ഉവ് അല്ല ഉവ് അല്ല, ഇത് രണ്ടുകൂടെ ഇവർ തമ്മിൽ അങ്ങ് പ്രണയിച്ചു കഴിഞ്ഞപ്പോൾ ഉവ്വല്ലകൾ എന്നൊരു വാക്ക് സാറ് മലയാള ഭാഷയ്ക്ക് സമ്മാനിക്കുകയുണ്ടായി. സാറിന്റെ കഥയിലെല്ലാം ഫ്രെയിംസ് ആയിട്ടാണ്, സിനിമയിലെ ഫ്രെയിമുകൾ പോലെ അങ്ങനെ അതിലൊരു കാണാത്ത മെഹർ, ശബ്ദം കേട്ട മതിലുകളിലെ ഈ അപ്പുറത്ത് നിന്ന് കേട്ട സ്ത്രീ ശബ്ദം പോലെ ഫോണിലൂടെ നനുത്ത മഞ്ഞിൽ കേൾക്കുന്ന മെഹറുന്നീസയുടെ ഈ ഒരു പ്രണയം. അതുപോലെ പണ്ടത്തെ ആളുകളാണ്, നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ മയിൽപ്പീലിയൊക്കെ എടുത്ത് ഡയറി വെക്കുകയും ജൂൺ 15 എന്നുള്ള ബർത്ത്ഡേ ഓർമ്മിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ പണ്ടത്തെ നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട പ്രണയങ്ങളുടെ ചിഹ്നങ്ങളൊക്കെയാണ്. സാർ ഇത് വളരെ ഗംഭീരമായിട്ട് ചോദിച്ചു. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത് ഒരു നിരീക്ഷണം, ഞാൻ ഈ ഗുരുവായൂരൊക്കെ ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഈ നമ്മൾ ചുറ്റി നടന്നെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു സ്ഥലത്ത് ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഇങ്ങനെ പശുക്കൂട്ടം പോലെ പുരുഷന്മാർ ഷർട്ടിടാതെ നടന്നു പോകുന്നവരുടെ ശരീരത്തിന്റെ താളക്രമമൊക്കെ ഈ അത്ഭുതത്തോടെ ഞാൻ ഓർമ്മിക്കുകയായിരുന്നു അത് അവിടെ. കാരണം ഈ ഷർട്ടിടാത്ത പുരുഷന്മാരുടെ ശരീരം അത് മെലിഞ്ഞവരുണ്ട്, ഉണങ്ങിയവരുണ്ട്, കറുത്തവരുണ്ട്, ഈ സ്ഥൂല ശരീരികളുണ്ട്. ഇവരെല്ലാം നടക്കുന്നതിന് പുരുഷ ശരീരത്തിന്റെ നടപ്പിന് വലിയ പ്രത്യേകതയുണ്ട്. അത് ഈ ഷർട്ടിടാതെ നടക്കുമ്പോഴാണ് അത് കൂടുതൽ. സാറിന്റെ ഭയങ്കരമല്ല, ആ വാക്ക് തെറ്റാണ്, അതിസൂക്ഷ്മമായൊരു നിരീക്ഷണ പാഠവും എല്ലടും ഉടുപ്പിടാത്ത പുരുഷ ശരീരങ്ങളുടെ ആ ഒരു പശുക്കൂട്ടത്തിന്റെ നടപ്പ് പോലെ താളക്രമം. അതുപോലെ ഇതൊക്കെ വായിക്കുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെയാണല്ലേ എന്ന് നമുക്ക് പറഞ്ഞു പോകാൻ പോകുന്നത്. കാണുന്നവരല്ല, നമ്മൾ ആരും ഈ പുറമേ കണ്ട ആളുകളോ കൗൺസിലേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നുമല്ല. ഉള്ളിലൊക്കെ ഇതുപോലെ തേങ്ങുന്ന കുറെ പേര് ഇത് വായിച്ചു വല്ലാതെ വിവശരാകുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിൽ ഈ ഒരു വളരെ പ്രത്യേകത, ഈ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്നും പറഞ്ഞ് പണ്ട് കണ്ട ഒരു സിനിമയുണ്ട്, മമ്മൂട്ടിയുടെ ഒക്കെ പണ്ടത്തെ ഒരു സിനിമ. അപ്പൊ അതിലും ഈ മരിച്ച അമ്മ ഇതുപോലെ ശോഭന വന്നിട്ട് ഈ കുട്ടിയെ കാണുന്നതും ഒക്കെ ഒരു വീഡിയോ, അന്ന് ഈ വീഡിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതിങ്ങനെ കാണുന്നതും ഒക്കെ ആയിട്ട്, അപ്പൊ ഈ ഇന്റർ റിലീജിയസ് പ്രണയങ്ങളും ഒക്കെ ആയിട്ട് എത്ര പേരുടെ നെടുവീർപ്പാണ് ഈ കഥകളൊക്കെ വായിച്ച് ഉണർന്നിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളത്. എന്തായാലും സാറിന്റെ ക്രാഫ്റ്റ് ഗംഭീരാണ്. സാർ ഈ ബാങ്ക് ജോലിക്കൊന്നും പോകേണ്ടിയിരുന്നില്ല. സാറ് ഒരു ഫുൾ ടൈം എഴുത്തുകാരനായിരുന്നെങ്കിൽ മലയാളത്തിന് വലിയ ഒരു കഥാകാരനെ നഷ്ടപ്പെട്ടു പോയി. കാരണം വലിയ ഈ കഥയുടെ പൂമുഖത്ത് ഒരു സിംഹാസനത്തിൽ കയറിയിരിക്കേണ്ട ആളാണത്. സാറിന്റെ സംഗീതബോധം ഉണ്ട്. സാർ അപാരമായ ഒരു താളക്രമമുള്ള ആളാണ്. അത് ഈ ദൃശ്യങ്ങളിൽ വലിയ സൂക്ഷ്മത പുലർത്തുന്ന ഒരാള്. പിന്നെ ഈ ഭാഷ പ്രയോഗിക്കുന്നതിലുള്ള ഒരു സംഗീതം, അതേപോലെ തന്നെ ഈ ഒരു സാറ് പറഞ്ഞു കഥാപ്രസംഗം തുടങ്ങുന്ന പോലെ റൂസിലിൻ സാംബശിവന്റെ കഥാപ്രസംഗം തുടങ്ങുമ്പോൾ അറിയാമല്ലോ, അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ. ഞാനിങ്ങനെ മനസ്സ് കുതിക്കുകയായിരുന്നു ഈ പെൺകുട്ടി ഇത് ഒക്കെ വെച്ചിട്ട് കാത്തിരിക്കട്ടെ ഇത്തിരി നേരം എന്നൊക്കെ പറഞ്ഞ് താഴേക്ക് വരുന്നതും. ഞാൻ പ്രതീക്ഷിച്ച അവർ ഒന്നിച്ചൊരു ഈ യുവമിഥുനങ്ങളുടെ ഒരു സമാഗമം മനസ്സ് കൊതിച്ചു. അപ്പോഴാണ് അച്ഛൻ വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ. ഭയങ്കര നാടകീയതയും ഇതിനകത്ത് സാറ് ചേർക്കുകയുണ്ടായി. എന്തായാലും ഒരു വളരെ വേദികളിൽ പ്രസന്റ് ചെയ്യാൻ ഗംഭീരമായിട്ട് സാറിന് ഒരു അപാരമായ കഴിവുണ്ട്. അത് വായിച്ച് അവതരിപ്പിക്കുക. നമ്മൾ വിചാരിക്കും സാർ ആത്മകഥ പറയുകയാണെന്ന് തോന്നിപ്പോവും, അത്ര രസിച്ചും ലയിച്ചുമാണ് സാർ ഇത് അവതരിപ്പിക്കുന്നത്. എന്തായാലും അത് സാർ ഈ കഥയ്ക്ക് പേരിട്ടോ, ആ പേരെന്തായിരുന്നു എന്നോട് എനിക്കൊന്ന് പറഞ്ഞു തരണേ, അത് കേൾക്കാൻ ഒരു കൊതിയുണ്ട്. കാരണം ആദ്യമേ സാർ പറഞ്ഞു, കഥയുടെ പേര് പറഞ്ഞെങ്കിൽ ഞാനത് മറന്നുപോയി. അത് എന്തായാലും വളരെ നല്ലൊരു കഥ കേട്ട സുഖം. അത് വളരെ മനസ്സൊക്കെ പെട്ടെന്നൊന്ന് യൗവനത്തിലേക്ക് പോവുകയും ഇത്തിരി വിഷമിക്കുകയും ഇത്തിരി വിഷാദിക്കുകയും പണ്ട് കോളേജിലൊക്കെ പഠിച്ചപ്പോൾ മറന്നുപോയ ചില മുഖങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്താനൊക്കെ സാറിൻ്റെ ഈ കഥ സഹായിച്ചു എന്ന് ഞാൻ പറയാം. എൻ്റെ ഭാര്യ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒളിച്ചു പറയുകയല്ല. അതൊക്കെ നല്ല മനോഹരമായ ഒരു സന്ധ്യ തന്നതിന്
ഞാൻ സാറിന് നന്ദി പറയുകയാണ് കേട്ടോ. ഗംഭീരമായിരുന്നു അത്. യു ആർ സോ ടാലന്റഡ്. താങ്ക് യു സർ. താങ്ക് യു സാർ. പ്രണയദീപങ്ങൾ നിരന്ന് കത്തവേ. ശരി, ആ ഒരു വാഗമരത്തിന്റെ ചുവട്ടിൽ കൂടെ മിനിമം 3 കപ്പിൾസിനെ സാറ് നടത്തിച്ചു എന്ന് വേണം ചിന്തിക്കാൻ. ഓക്കെ, ഇനി അടുത്ത റോയ് സാർ, ജോർജ് സാർ, ബാബുമാർ സാർ. പറയട്ടെ സാർ, ശ്രീലത മാം പറയും. സാറിന്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിന് ഒരു ബിഗ് സല്യൂട്ട്. സാറ് 3 തലമുറയുടെ കഥ ഒരൊറ്റ യാത്രയിലൂടെ എത്ര മനോഹരമായി, എത്ര കൃത്യമായി അവതരിപ്പിച്ചു. ഒരു ഷേക്സ്പിയറുടെ ഒരു കലാവിരുത് പോലെ എനിക്ക് തോന്നി. അത്രയ്ക്കും നല്ല രീതിയിലായിരുന്നു സാർ. ഇത്രയും കാര്യങ്ങൾ ഒരു യാത്രയിൽ കോർത്തിണക്കി. അത് സാധാരണ ആർക്കും പറ്റുന്ന കാര്യമല്ല. വളരെ നന്നായിരുന്നു സാർ. ഒരുപാട് അഭിനന്ദനങ്ങൾ. അത് പിന്നെ എല്ലാം വിവിധ മതങ്ങളെ സാറ് കോർത്തിണക്കി. ഓരോ മതത്തിൻ്റെയും കാര്യങ്ങൾ അത് പിന്നെ ഇതിലുള്ളതെല്ലാം നല്ല മനുഷ്യരും എല്ലാവരും ത്യാഗം ചെയ്യുന്നവര്. അല്ലാതെ ഇതിനകത്ത് സ്വാർത്ഥതയും ഒന്നും കാണുന്നില്ല. എല്ലാം ത്യാഗമുള്ള നല്ല മനുഷ്യര്. ഇങ്ങനെ ഒരു കഥ കേട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു. ഗോകുമാർ സാർ. നമസ്കാരം. ആയിട്ട് വളരെ കൂളായിട്ട് ഒരു നല്ല കഥ പറഞ്ഞ സാറിന് വളരെ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, ജോർജ് സാർ. താങ്ക് യു സാർ. ശിവരാജ് സാർ, കൺഗ്രാജുലേഷൻസ്. എങ്ങനെ പറയാതിരിക്കും. ഈ കഥാപാത്രങ്ങളെയൊക്കെ സാറേ സജീവമായി കൊണ്ടു നടന്ന ഈ കേട്ടിരുന്ന, ഒരുപക്ഷെ വായിച്ചാൽ ആർക്കും തന്നെ കിട്ടിയെന്ന് വരില്ല, കേട്ടിരുന്നവരൊക്കെ ആ സഹയാത്രികരായി മാറിയതിൻ്റെ കാരണം സാറിൻ്റെ അവതരണ രീതി തന്നെയാണ്. അനുഗ്രഹീതമായ എഴുതാനുള്ള കഴിവ് മാത്രമല്ല, അത് പറയാനുള്ള കഴിവും സാറിന് തന്നിരിക്കുന്ന ഒരു വലിയ ഭാഗ്യം തന്നെ, സംശയമില്ല. ആ തണുപ്പത്തേക്ക് ഞാനൊന്ന് ഇറങ്ങിയായിരുന്നു, എനിക്കൊരു കുളിര് തോന്നിയതുപോലെ പെട്ടെന്ന്. പിന്നെ ഞാൻ അത് പറയാതെ പോയി, എല്ലാവർക്കും അനുഭവപ്പെട്ടു ആ രംഗം. എല്ലാവരും അങ്ങനെ തന്നെ താതാത്മ്യപ്പെടാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്ര തന്നെ നന്നായിരുന്നു സാറേ. ഒത്തിരി സന്തോഷം. വീണ്ടും കാണാം. താങ്ക് യു. രമാവതി മാം, വിൻസെന്റ് സാർ, ജോർജ് സാർ, ഒരാർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിവരാജ് സാറിൽ നിന്ന് അതിൻ്റെ ആ കൺക്ലൂഷൻ കൂടെ കേൾക്കാം. എന്തായാലും ഈ കഥ ഞാൻ ഉദ്ദേശിച്ച അതേ ലെവലിൽ എല്ലാവരും സ്വീകരിച്ചു. ശുദ്ധോനന്ദൻ സാറും ജോർജ് സാറും അമർജ്യോതി മാം, ഗോകുമാർ സാർ, ജയചന്ദ്ര കമ്മൽ സാർ, ഇല്ലാത്ത അങ്ങനെ കേട്ടിരുന്നവർക്കൊക്കെ അത് കുറെ പൂർവ്വകാല ചരിത്രങ്ങളിലേക്ക്. കാര്യം ഈ പ്രണയത്തിൻ്റെ ഒരു നന്മയും പ്രണയത്തിൻ്റെ ആ ആവിഷ്കാരവും നോക്കിയിരിക്കുന്ന സമയത്താണ്, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഓഫീസിലെ ഒരു സ്റ്റാഫ് ഒരു ദിവസം എന്നെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അപ്പോൾ ഈ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെയധികം പ്രയാസത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം അവരെ പരിചരിക്കുന്നതും അവരെ സ്നേഹമായിട്ട് കൊണ്ടു നടക്കുന്നതും വളരെ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെ അവരെ നയിക്കുന്നതുമൊക്കെ കണ്ടപ്പോഴേ നിങ്ങൾ അനുഭവിച്ച അതേ വികാരം എന്നിലൂടെയും കടന്നുപോയി. അതൊന്ന് എഴുതി പിടിപ്പിക്കാം. കാര്യം അന്ന് അദ്ദേഹത്തിന് മക്കളൊന്നും കൊച്ചു കുട്ടികളായിരുന്നു. 5 വയസ്സോ 8 വയസ്സോ ഒക്കെയുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ
അതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു പാറ്റേണിലേക്ക്. പിന്നെ കുറെ ശുദ്ധോധനൻ സാറൊക്കെ പറഞ്ഞതുപോലെ പല ഭാഗത്തു നിന്നുള്ള പല കഷണങ്ങളുടെ ഒരു മെറാഷ് ഒന്ന് ചേർത്ത് വെക്കുമ്പോഴത്തേക്കിന് ഉള്ള ഭംഗി. അപ്പോ ജയചന്ദ്രൻ സാറൊക്കെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനെ മറ്റൊരു രീതിയിൽ സ്വാധീനിച്ച ചില കാര്യങ്ങൾ ഈ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തത്. ഏതായാലും അത് ഹൃദ്യമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കഥയൊക്കെ എഴുതുന്നതിൻ്റെ എഫർട്ട്, അതിന് ഒരു പ്രയോജനം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ നമ്മുടെ സാബു സാറിനെ എത്ര അഭിനന്ദിച്ചാലും അല്ലെന്നുണ്ടെങ്കിൽ നന്ദി പറഞ്ഞാലും പറ്റത്തില്ല. കാര്യം ഞാനിത് മറന്നേ പോയ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ അതും 6 മാസത്തിൽ ഒരിക്കലൊക്കെയാണ് ഞാൻ ഒരു സെഷൻ വരുന്നത്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും ഒക്കെ വളരെ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ്. ഇത്രയും ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കെ സുധാകരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ നോവലിസ്റ്റ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ശിവരാജ് ഇതുപോലെയുള്ള ഒരു സഹൃദയ സദസ്സ് കിട്ടുന്നതിനേക്കാളും വലിയ പുണ്യമൊന്നുമില്ല നിങ്ങളുടെ ഒരു കഥ കേൾക്കാൻ ഒരാള്. ഇന്നത്തെ കാലത്ത് അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് കൊണ്ടുനടന്ന് വായിപ്പിക്കണം. അതാണ് ഇതിനകത്തെ പ്രോബ്ലം. നിർബന്ധിച്ച് വായിപ്പിക്കണം അല്ലേ? അതെ 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 അതെ. അപ്പോഴാണ് ഇങ്ങനെ ഒരു സദസ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആരോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല എന്ന് ഉള്ള കവിത പോലെ. സാർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ? ഒരു ചെറിയ സംശയം. അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഗംഭീര ഒരു സീൻ ഉണ്ടായിരുന്നു, ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇതിൽ ആ സ്വപ്നത്തില് ഒരു ബ്രാഹ്മണ ദമ്പതികൾ വന്നിട്ട് ഈ പൂണൂൽ തിരിച്ചു തരാൻ യാചിക്കുന്ന ഒരു സ്വപ്നം ഉണ്ടല്ലോ. അത് അതിഗംഭീരമായ ഒരു സ്വപ്നമായിരുന്നു സാർ അത്. അപ്പൊ അതായത് ഈ പ്രണയത്തിന്റെ വാഴ്ത്തലുകളും വാഴ്ത്തിപ്പാട്ടുകളും ഒക്കെ ധാരാളം നമ്മൾ കേൾക്കുമല്ലോ. അപ്പോൾ അതിൽ ഈ ബ്രാഹ്മണ ദമ്പതികൾ വന്നിട്ട് ഈ കാറിലിരുന്ന് ഉറങ്ങുന്ന പെൺകുട്ടിയുടെ സ്വപ്നത്തിൽ വന്നിട്ട് യാചിക്കുന്നത് പോലെ ഒരു വലിയൊരു ഇമേജ് സാറ് അതിനകത്ത് കയറ്റി വെച്ചതല്ലേ. അതെന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അത് ഈ ആ പെൺകുട്ടി എത്ര നന്മയുള്ള ആളായതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സ്വപ്നം കാണാനിടയായതും ആ ക്ഷേത്രത്തിൽ പോയിട്ട് അതിനൊക്കെ പങ്കാളിയാവാനും ഒക്കെ ആയിട്ട് അത് പറയാതിരിക്കാൻ ഞാൻ മറന്നുപോയി സാർ. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഒന്ന് ആഡ് ചെയ്തത്. വളരെ സന്തോഷം. അത് ശരിക്കും ഒരു ആർദ്രമായ ഒരു വികാരത്തോടു കൂടി എഴുതിയ കഥയാണത്. ഒത്തിരി സ്നേഹവും ഒത്തിരി നന്മയും ഒത്തിരി കാരുണ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മനസ്സിലുള്ള ഒരു സമയത്ത് എഴുതിയ കഥയാണ്. അതിന്റെ റിഫ്ലക്ഷൻസ് ആണ്. കാര്യം ഇതിനകത്തൊക്കെ എല്ലാ മനുഷ്യരും ഒത്തിരി നന്മയുള്ളവർ മാത്രമുള്ള വില്ലന്മാരില്ലാത്തൊരു കഥ. സാറേ, ഒറ്റ സ്ട്രെച്ചിലാണോ എഴുതുന്നത് അതോ പല പല വരുമോ? അല്ല സാറേ, ഞാന് മാക്സിമം കിട്ടുന്നത് 2 ദിവസത്തെ ലീവായിരിക്കും. ഈ 2 ദിവസത്തെ ലീവിന് അല്ലെങ്കിൽ 3 ദിവസത്തെ ലീവ് കൊണ്ട് തീർക്കണം. അങ്ങനത്തെ ചില കാര്യം, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കുറെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2-3 ദിവസം ഒരു ധ്യാനത്തിലെന്ന പോലെ ഇരുന്ന് മനസ്സ് വെള്ളക്കടലാസാക്കി അതിലങ്ങ് എഴുതും. കൃത്യമായിട്ട് ഇത് കോർത്തിണക്കാനും ടേണിംഗ് പോയിന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനും അല്ലേ? അനുഭവം പറയട്ടെ. പറയൂ സാർ. ഈ ശിവൻ ഏഴംകുളം ദേവീക്ഷേത്രം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ തൂക്കമുള്ള ഒരു ക്ഷേത്രം എൻ്റെ നാട്ടിലുണ്ട്. ഞങ്ങള് ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കണ്ടപ്പോൾ ശിവരാജ സാറിനോട് സംസാരിച്ചിരുന്നതിനിടയിൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാറിനെ കാണാനില്ല. അപ്പം നോക്കിയപ്പോൾ സാറ് ഈ തൂക്കച്ചാട് മേലിലോട്ട് വലിച്ചു പൊക്കുന്നതിന് മുമ്പ് ഈ തൂങ്ങുന്ന ആൾക്കാരെ ബാക്ക് സൈഡില് ഒരു ശൂലം പോലെ വളഞ്ഞൊരു സാധനം ഇങ്ങനെ അവരുടെ ബോഡിയിൽ ഇങ്ങനെ കയറ്റും. അത് നടക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിൽക്കാനൊന്നും പറ്റൂല. അവരുടെ ആൾക്കാർ തന്നെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. ഞാനിപ്പോൾ സാറിനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ പുള്ളി അതിൻ്റെ നടുക്ക് കയറി നിൽപ്പുണ്ട് അവിടെ.
ഞാൻ തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു എന്ത് കഷ്ടപ്പെട്ട് അവിടെ പോയി എന്ത് കാര്യം നോക്കാനാണ്. അതെ, അവരെന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നേരിട്ട് പരിശോധിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങളിലും ഇദ്ദേഹം അപ്പൊ കഥയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണോ എന്ന് ഞാൻ തമാശക്ക് അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അതെ, എന്താണ് ഇതിനകത്തുനിന്ന് ഒരു ത്രെഡ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അവിടെ പോയി നിന്നാണ്. അപ്പൊ ജീവിതത്തിലെ ഓരോന്നും നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കഥ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ പ്രസന്റ് ചെയ്യുന്ന കഥയ്ക്ക് ഈ ഫാന്റസി കുറയും, റിയാലിറ്റി കൂടും. പക്ഷേ പുള്ളിയുടെ ആ കഥാകൃത്ത് എന്നുള്ള പ്രസന്റേഷൻ ആ റിയൽ സംഭവമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവങ്ങളായിട്ട് കഥയുടെ രൂപത്തിൽ പുറത്തോട്ട് വരും. ഇതൊരു ലൈവ് സംഭവമാണ്, നടന്ന സംഭവമാണ്. അങ്ങനെ ഒരു കഥ സാർ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അല്ല ഇതിപ്പോഴേ അല്ല അതിനകത്തുനിന്നൊക്കെ ചിലപ്പോഴേ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. വിൻസെന്റ് സാർ കൂടെ പറഞ്ഞില്ല. വിൻസെന്റ് സാർ, രമാദേവി മാം, നാളത്തെ ദിവസം നമുക്ക് ബുക്ക് റിവ്യൂ ആണ്. ഷാവുലിൻ, ഹൗ ടു വിൻ വിത്തൗട്ട് ഫൈറ്റിംഗ്. 2 ദിവസങ്ങളായിട്ടായിരിക്കും. ഈ ആഴ്ച അടുത്ത ആഴ്ചയായിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ശിവരാജ് സാർ ഇതുപോലെ വളരെ കൃത്യമായിട്ട് സാറ് ഇങ്ങോട്ട് പറഞ്ഞാണ് വരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. നമ്മൾ ചോദിക്കുകയൊന്നും വേണ്ട, കറക്റ്റ് സമയമാകുമ്പോൾ സാറ് പറയും. അപ്പോൾ ആ ഒരു വിരുന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നു. എല്ലാവരുടെയും അഭിനന്ദനങ്ങളും കൂടെ നൽകിക്കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാരും പോകുന്ന റോസലിനെ കൂട്ടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ റോസലിനേക്കാൾ ഇമ്പോർട്ടൻസ് ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്ന് തോന്നുന്നു അല്ലേ? റോസലിന് പക്ഷേ കറക്റ്റായിട്ട് അത് ഇൻഡ്യൂഷനിലൂടെ ഒന്നും അത് കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ പക്ഷെ അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷെ അതിനേക്കാളും നല്ല മനോഹരമായ കഥയുടെ ആഖ്യാനം മറ്റുള്ളവരിലൂടെ ഏറ്റവും അവസാനം ഗ്രിഗറിയിൽ നിന്നൊക്കെ പറയുന്ന പ്രസന്റേഷനിലൂടെയൊക്കെ അത് കറക്റ്റായിട്ട് അങ്ങ് ഷാർപ്പായിട്ട് ഫിനിഷ് ചെയ്തു. വണ്ടർഫുൾ. അല്ല ഇന്നിപ്പോ ഇവിടുന്ന് പോകുന്നവരെ, വീട്ടിലോട്ട് പോകുന്നവരെ റോസലിനെ കൂടെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത്. ഓമന മാഡം ചുവന്ന പൂക്കളുടെ പശ്ചാത്തലത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു. ബൈ. താങ്ക് യു സർ. പോകാൻ തോന്നുന്നില്ല സാർ ഇന്ന്. അതെ. ഇനി ശുദ്ധോധന ഒന്നും കൂടെ കേട്ടാ കൊള്ളാം അല്ലേ? ഞാൻ പറഞ്ഞത് ശുദ്ധോധന സാറിന് കൊണ്ടു. സാറിന്റെ കഥ ഇനി ഞങ്ങള് പ്രതീക്ഷിക്കുന്നു. ശരി. ഓക്കെ, സി യു. ഗുഡ് നൈറ്റ്. ബൈ.